അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അർഹമർ റഹീമായ അല്ലാഹുവേ പ്രപഞ്ചസൃഷ്ടാവായ പടച്ചവനെ ഞങ്ങൾ ഈ പരിശുദ്ധ റമദാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും എല്ലാ പുണ്യകർമ്മങ്ങളും നീ സ്വീകരിക്കണേ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാൻ നമ്മളോട് വിട പറയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. എന്നാലും അല്ലാഹു റസൂൽ പറഞ്ഞ എന്താണ്? അവസാനത്തെ ഒറ്റേറ്റ രാവുകൾ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. ഇന്ന് 29ാമത്തെ രാവാണ്. ഇന്ന് ഏകദേശം ലൈലത്തുൽ ഖദറിന്റെ ഒരു രാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 27 മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതെങ്കിലും 29ാം രാവിനെ പ്രതീക്ഷിക്കാൻ അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാവ് വലിയ മഹത്വമുള്ളതാണ്. ഈ രാവിലെ നമുക്ക് ഓതാൻ പറ്റിയ ഒരു മഹത്തായ ഒരു സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരുപാട് ആഗ്രഹങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു നിറവേറ്റി തരുന്ന മഹത്തായ സൂറത്താണ്. ലൈലത്തുൽ ഖദറിലെ എല്ലാ രാവുകളിലും നമ്മൾ ഓതേണ്ട സൂറത്താണ്. പ്രത്യേകിച്ച് റമദാൻ നമ്മളോട് വിടവാങ്ങുകയാണ്. അപ്പൊ ഈ 29 രാവിലെ നമുക്ക് ഓതാൻ വേണ്ടിയിട്ടുള്ള ഒരു മഹത്തായ ഒരു സൂറത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അള്ളാഹുവിന്റെ മാലാഖമാരുടെ കാവൽ നമുക്ക് ഉണ്ടാക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിറവേറ്റി തരുന്ന ഒരു മഹത്തായ സൂറത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്കറിയാം, ശിഫ കിട്ടുന്ന ഖുർആൻ കൊണ്ട് ശിഫ കിട്ടാത്തവന് വേറൊന്നും കൊണ്ട് ശിഫ കിട്ടുകയില്ല. പരിശുദ്ധ ഖുർആൻ എന്തിനും ശിഫയാണ്, എന്തിനും ശിഫ കിട്ടുന്നതാണ്. ഒരു പരിശുദ്ധ ഖുർആൻ ഒരു ഗ്രന്ഥമാണ്. മാത്രവുമല്ല, മുഅ്മിനീങ്ങൾക്ക് വലിയ ഒരു അനുഗ്രഹമാകുന്നു. വിശുദ്ധ ഖുർആൻ ഇഹപര ജീവിതത്തിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഇഹപര വിജയത്തിനായി, ജീവിതത്തിനായി അല്ലാഹു നമുക്ക് നൽകപ്പെട്ട ഒരു മഹത്തായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആൻ രണ്ട് ലോകത്തും നമുക്ക് വിജയം കിട്ടുന്നതാണ്. പരലോകത്തേക്ക് മാത്രമല്ല, ഈ ലോകത്തും ഖുർആൻ കൊണ്ട് നമുക്ക് വിജയങ്ങൾ നേടാവുന്നതാണ്. ആ ഖുർആൻ ഓതാൻ ഇന്ന് പലർക്കും സമയമില്ല. പലർക്കും ഖുർആൻ ഓതാൻ സമയമില്ല. പലരും മൊബൈലിൽ നോക്കിയും അല്ലാതെയും സമയങ്ങൾ കളയുകയാണ്. മൊബൈലിൽ നിങ്ങൾ നോക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. മൊബൈലിൽ കൂടി നല്ലതും കാണും, ചീത്തയും കാണാം. ഹറാമായതൊന്നും നിങ്ങൾ കാണരുത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നബി തങ്ങൾ പറയുന്നു, നിങ്ങൾ ഹറാം കാണരുത്, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ ഹറാം കാണരുത് എന്ന് പറഞ്ഞ കണ്ണുകൾ കൊണ്ട് ഹറാം കാണാത്തവൻ അല്ലാഹു സ്വർഗ്ഗം കൊടുക്കും. ആദരവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബായ നബി തങ്ങൾ കാണരുതെന്ന് പറഞ്ഞ കണ്ണുകൊണ്ട് ഹറാം കാണുമ്പോൾ അല്ലാഹു തരുന്ന ശിക്ഷ എന്താണെന്ന് അറിയാമോ? ആ കണ്ണുകളിലേക്ക് അല്ലാഹു ഈയം ഒരുക്കി ഒഴിക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി. നിഷിദ്ധമായ കാര്യങ്ങൾ നമ്മൾ കാണരുത്. അത് മൊബൈലിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും ശരി തന്നെ. കാണൽ അനുവദനീയമായ കാര്യങ്ങൾ മാത്രം നമ്മൾ കാണുക. നിങ്ങൾ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ ഖുർആൻ ഓതുക. അത് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകുന്നതാണ്. പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് എത്രത്തോളം ഓതാൻ പറ്റുമോ അത്രത്തോളം ഓതുമുഅ്മിനീങ്ങളെ അല്ലാഹു വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. ഓരോ സൂറത്തുകൾ നാം ഓതുമ്പോൾ കിട്ടുന്ന ഫലങ്ങൾ, ഗുണങ്ങൾ, അതുപോലെ തന്നെ രണ്ട് ലോകത്തും കിട്ടുന്ന വിജയങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങൾ ധാരാളം ഇതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കാനും അമൽ ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ധാരാളം മഹത്വങ്ങളുള്ള ഒരു സൂറത്തിനെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയുന്ന നിസ്കാരത്തിൽ ഓതാറുള്ള ഒരു സൂറത്താണ്. അപ്പൊ ഈ ചെറിയ സൂറത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഇതിന്റെ മഹത്വങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നതാണ്. അതിന്റെ മഹത്വങ്ങൾ അറിഞ്ഞാൽ നാം ഒരിക്കലും, ഈ സൂറത്തിന്റെ മഹത്വം അറിഞ്ഞാൽ നാം ഒരിക്കലും അത് ഒഴിവാക്കുകയില്ല. നമ്മുടെ ഇരുലോക വിജയങ്ങൾക്കും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുന്നതിനും ഈ സൂറത്ത് പരിഹാരമാണ്. മനസ്സിലായില്ലേ? നമ്മളുടെ രണ്ട് ലോകത്തുള്ള വിജയങ്ങൾക്കും ഈ ഭൂമിയിലുള്ള നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുന്നതിനും ഈ സൂറത്ത് ഒരു പരിഹാരമാണ്. മഹാന്മാർ ഇതിന്റെ മഹത്വം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മാത്രമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഒരുപാട് മഹത്വങ്ങൾ നമ്മുടെ വീഡിയോ നീണ്ടുപോകും. 10, 12, 13 മിനിറ്റ് നമുക്ക് നിർത്തണം. അപ്പോൾ അതിന്റെ മഹത്വങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഈ സൂറത്ത് ഓതുമ്പോൾ, അപ്പൊ ഈ സൂറത്ത് പാരായണം ചെയ്താൽ ശൈത്താനെ ആട്ടിയോടിക്കാൻ പറ്റിയ നല്ലൊരു സൂറത്താണ്. സൂറത്തെ നമുക്ക് നോക്കാം. ഇനി ഇതിന്റെ മഹത്വങ്ങൾ ധാരാളം പറയുന്നുണ്ട്. സൂറത്ത് ഞാൻ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം നിങ്ങളെ.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. ഈ സൂറത്താണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിന്റെ മഹത്വങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഒരുപാട് മഹത്വങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പൊ സൂറത്തുൽ ഖദറിന്റെ മഹത്വമാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ പറയാൻ പോകുന്നത്. ശൈത്താനെ ആട്ടി ഓടിക്കാൻ പറ്റിയ നല്ലൊരു സൂറത്താണ് സൂറത്തുൽ ഖദർ. നീ വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോഴും വീട്ടിൽ പ്രവേശിക്കുമ്പോഴും ഈ സൂറത്ത് ഓതിയാൽ ആ വീട്ടിൽ ശൈത്താൻ പ്രവേശിക്കുകയില്ല. എല്ലാത്തിന്റെയും മെയിൻ ആയിട്ടുള്ള പ്രശ്നം പിശാചാണ്. പിശാച് നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അവിടെ കലഹങ്ങളും കോലാഹലങ്ങളും സമാധാനമില്ലായ്മയും എല്ലാം ഉണ്ടാകുന്നതാണ്. അപ്പൊ പിശാചിനെ ആട്ടി ഓടിക്കാൻ പറ്റിയ ഒരു സൂറത്താണ്. അതുപോലെ തന്നെ മഹാന്മാര് പഠിപ്പിക്കുന്നു, എല്ലാ ഇൽമുകളും നമുക്ക് കാണാതെ പഠിക്കാൻ ഉപകരിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഖദർ. ആരെങ്കിലും ഈ സൂറത്തുൽ ഖദർ മനഃപാഠമാക്കിയാൽ എല്ലാ ഇൽമുകളും കാണാതെ പഠിച്ച പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. അതുപോലെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മരണപ്പെട്ടവർക്ക് വേണ്ടി നാം ഈ സൂറത്ത് ഓതിയാൽ ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരാളുടെ ഖബർ സിയാറത്തിന് പോയിട്ട് 7 പ്രാവശ്യം ആ ഖബറിന്റെ അരികിൽ വെച്ച് ഓതിയാൽ ആ ഓതിയ ആൾക്കും ഖബറാളികൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ സദസ്സിൽ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട് അല്ലേ? എന്റെ ഈ വീഡിയോകൾ കേൾക്കുന്നവരുണ്ട്. നിങ്ങളൊക്കെ നിങ്ങൾ മരണപ്പെട്ടവരുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ 7 പ്രാവശ്യം ഈ സൂറത്തുൽ ഖദർ ഓതി അവർക്ക് ദുആ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗീയ പൂങ്കാവനമാക്കുന്നതാണ്. അത്ര മഹത്തായ ഒരു സൂറത്താണ്. നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ ഈ ഓരോ അമലുകൾ പറഞ്ഞു തരുന്നത് ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ടാണ്, കേട്ടുകളയാനല്ല. ഇതൊക്കെ പഠിച്ചു വെക്കുകയും നിങ്ങളെ പ്രിയപ്പെട്ടവരെ ഖബർ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ഈ സൂറത്തുകളൊക്കെ ഓതിയിട്ട് ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖബറാളിക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഖബറിൽ ആ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നത്തിൽ നിന്നും അല്ലാഹു അയാളെ രക്ഷപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ഖദറിന്റെ മറ്റൊരു പ്രത്യേകത, ആരെങ്കിലും സൂറത്തുൽ ഖദർ വുളു എടുത്തതിന് ശേഷം ഓതിയാൽ അവൻ ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെയാണെന്ന് പറഞ്ഞാൽ അവന്റെ ചെറുദോഷങ്ങളെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ആരെങ്കിലും കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് അവന്റെ വിരിപ്പിൽ ഇരുന്നിട്ട് 11 പ്രാവശ്യം ഓതിയാൽ ശൈത്താനിൽ നിന്ന് അല്ലാഹു കാവൽ നൽകുന്നതാണ്. 11ഓളം മലക്കുകളെ അല്ലാഹു അവനിലേക്ക് അയക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ ഖദർ ഓതുന്നതിന്റെ മഹത്വം പറയുന്നത്. അതുപോലെ തന്നെ മനസ്സിലുള്ള ആവശ്യങ്ങൾ വീഴാൻ വേണ്ടി ഉപകരിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഖദർ. ഒരു മനുഷ്യന് എന്തെല്ലാം ആവശ്യങ്ങളാണ് സാധിക്കാനുള്ളത്, അതിനൊക്കെ പരിഹാരമാണ് ഈ സൂറത്ത്. വിഷമം അനുഭവിക്കുന്ന മനുഷ്യൻ, അതുപോലെ തന്നെ രോഗിയായ മനുഷ്യൻ, യാത്രക്കാരൻ, ജയിലിലകപ്പെട്ടയാൾ, അതുപോലെ തന്നെ എന്തെല്ലാം പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ടെൻഷനുകൾ അനുഭവിക്കുന്നവർ ഈ സൂറത്ത് ഓതിയാൽ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്തുന്നതാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ കണ്ടോ മുഅ്മിനീങ്ങളെ, ഈ സൂറത്ത് നമ്മുടെ മനസ്സിലുള്ള ആവശ്യങ്ങൾ വീഴാൻ ഉപകരിക്കുന്ന ഒരു സൂറത്താണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ മഹത്തായ സൂറത്ത് നിങ്ങൾ ഓതാൻ, ഇത് ഓതിക്കൊണ്ടിരുന്നാൽ അല്ലാഹു വലിയ ഐശ്വര്യങ്ങൾ നൽകുന്നതാണ്. എന്തെല്ലാം ആവശ്യങ്ങളാണ് നമുക്ക് സാധിക്കാനുള്ളത്, അതിനൊക്കെ അല്ലാഹു ഒരു പരിഹാരം നൽകപ്പെടുന്ന ഒരു സൂറത്താണ്. വിഷമം അനുഭവിക്കുന്ന മനുഷ്യർ, അതുപോലെ തന്നെ രോഗികൾ, യാത്രക്കാർ, ജയിലിലകപ്പെട്ടയാൾ, അതുപോലെ തന്നെ എന്തെല്ലാം പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ടെൻഷനുകൾ അനുഭവിക്കുന്നവർ ഈ സൂറത്ത് ഓതിയാൽ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു അവരെ രക്ഷപ്പെടുത്തുന്നതാണ്. ദരിദ്രൻ ഓതിയാൽ ഐശ്വര്യവാനാകുന്നതാണ്. ബലഹീനൻ ഓതിയാൽ ശക്തവാനാകുന്നതാണ്. അതുപോലെ തന്നെ ദുനിയാവിലെയും ആഖിറത്തിലെയും ശിക്ഷയിൽ നിന്ന് അവരെ അല്ലാഹു രക്ഷപ്പെടുത്തുന്നതാണ്. അപ്പൊ ഈ സൂറത്ത് പതിവായി ഓതിയാൽ ആരോഗ്യത്തിനും അല്ലാഹു അവനെന്താ മാറ്റങ്ങൾ വരുന്നതാണ്. നല്ല ആരോഗ്യം അല്ലാഹു നൽകുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് തന്ന നാവ് കൊണ്ട് മറ്റുള്ളവരെ പരദൂഷണം പറയാതെ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സൂറത്തുകളൊക്കെ നിങ്ങൾ ഓതിയാൽ ഒരുപാട് ഐശ്വര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. എന്നിട്ട് നിങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്യും, പ്രത്യേകിച്ച് നല്ല നല്ല രാവുകളിൽ. അതുപോലെ വെള്ളിയാഴ്ച 1000 തവണ ഓതിയാൽ അല്ലാഹു അവന്റെ
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ആവശ്യ നിർവഹണത്തിന് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഈ സൂറത്ത് ഓതിക്കൊണ്ട് പുറപ്പെട്ടാൽ അവന്റെ ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി സന്തോഷത്തോടെ തിരിച്ചു വരാൻ സാധിപ്പിക്കുന്നതാണ്. നോക്ക്, നമുക്കൊരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് ആവശ്യങ്ങളുണ്ടല്ലോ. നമ്മൾ ഭവനത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ആ സമയത്ത് ഈ സൂറത്തുൽ ഖദർ നിങ്ങൾ ഓതിക്കൊണ്ടിറങ്ങും മുഅ്മിനീങ്ങളെ, അല്ലാഹു നിങ്ങളുടെ ആവശ്യം അല്ലാഹു നിറവേറ്റി തരുന്നതാണ്. ഇതൊക്കെ വലിയ വിലപിടിപ്പുള്ള അമലുകളാണ്. ഇതൊക്കെ നമ്മൾ എഴുതി വെച്ചിരുന്ന് പഠിച്ച് മനസ്സിലാക്കി മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ അമൽ ചെയ്യണം. അപ്പൊ അല്ലാഹു എല്ലാ മേഖലകളിലും വിജയങ്ങൾ നൽകുന്നതാണ്. അതുകൊണ്ട് നമ്മളെ ഭവനത്തിൽ നിന്നിറങ്ങുമ്പോൾ മോനെ, എന്റെ മകളെ, നീ സൂറത്തുൽ ഖദർ പാരായണം ചെയ്തുകൊണ്ടിറങ്ങണം. അല്ലാഹു നിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളെല്ലാം അല്ലാഹു മാറ്റിത്തരുന്നതാണ്. അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ ഈ സൂറത്ത് 100 പ്രാവശ്യം ഓതിയിട്ട് ഭൗതികമായോ ആത്മീയമായോ ഏത് കാര്യം പ്രാർത്ഥിച്ചാലും എന്ത് ചോദിച്ചാലും അവന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു വേഗത്തിൽ ഉത്തരം നൽകുന്നതാണ്. ഇതിന്റെ മഹത്വങ്ങൾ ഇനിയും ഒരുപാട് പറയാനുണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ധാരാളം പറയാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്. അത്രയും മഹത്വമുള്ള ഒരു മഹത്തായ സൂറത്താണ്. അതുകൊണ്ട് ഇനിയുള്ള രാവുകൾ ഇന്ന് 29-ാം രാവാണ്. അതുപോലെ തന്നെ പെരുന്നാളിന്റെ രാവുകളെല്ലാം അല്ലാഹു ദുആക്ക് ഉത്തരം നൽകുന്ന രാവുകളാണ്. 5 രാവുകൾക്ക് ദുആക്ക് ഉത്തരമുണ്ടെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞു തന്നതാണ്. അതുകൊണ്ട് മഹത്തായ രാവുകളിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദന എല്ലാം നീ മാറ്റണേ അല്ലാഹ്. ധാരാളം ഖൈറുകൾ നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധ ഖുർആനിൽ ധാരാളം മഹത്വമുണ്ട് പടച്ചവനെ. ഞങ്ങൾ പാരായണം ചെയ്യുമ്പോൾ 2 ലോകത്തും വിജയം കൈവരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലി വാലിദീനാ വലി മശായിഖിനാ വലി അസാതിദിനാ വലി അഹ്ബാബിനാ വലി അശായിരിനാ വലി ഖബായിലിനാ വലി ജീറാനിനാ വലി മൻ അഹബ്ബ വഅഹ്സന ഇലൈനാ വലി മൻ ലഹു علينا ولجميع أمة محمد صلى الله عليه وسلم. وقنا ربنا شر ما قضيت. اللهم اغفر لنا رب رحمنا كما ربنا صغارا. أرحم الراحمين يا الله. പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ, നിങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം നീ ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് 2 ലോകത്തും വിജയം കൈവരിക്കാനുള്ള ഒരു സാലിഹായ അമലാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ പലരും രോഗികളാണ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധ റമദാൻ ഞങ്ങൾ ചെയ്ത പുണ്യകർമ്മങ്ങളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നോമ്പുകളും ഞങ്ങളുടെ തറാവീഹുകളും ഞങ്ങളുടെ നമസ്കാരങ്ങളും ഞങ്ങളുടെ ചെറുതും വലുതുമായ ദാനധർമ്മങ്ങളും എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് 2 ലോകത്തും വിജയം കൈവരിക്കാനുള്ള ഒരു സാലിഹായ അമലാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ പലരും രോഗികളാണ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങൾ പലരും കടക്കാരാണ്. ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വീട്ടി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് പലർക്കും ജോലിയില്ലാത്തവരാണ് പടച്ചവനെ, നീ ജോലി നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്ക് പലർക്കും ഭവനമില്ലാത്തവരാണ്, നീ ഭവനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, കാരുണ്യവാനായ റബ്ബേ, എത്രയോ അവരുടെ ഭവനങ്ങളിൽ വിവാഹപ്രായത്തിൽ നിൽക്കുന്ന അല്ലാഹു, അവർക്കെല്ലാം നീ സാലിഹീങ്ങളായ ഇണകൾ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ട്, കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങളിലെ ബർക്കത്ത് വരികണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളിൽ ബർക്കത്ത് വരികണേ അല്ലാഹ്. ഞങ്ങളുടെ ഇണകളിൽ, ഞങ്ങളുടെ വാഹനങ്ങളിൽ, ഞങ്ങളുടെ ഭവനങ്ങളിലെല്ലാം ബർക്കത്ത് വരികണേ അല്ലാഹ്. ആകാശത്ത് ഇറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകൾ തൊട്ട് വിപത്തുകൾ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ കാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ബിഹഖ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.